Number 22. ക്രിസ്റ്റീൻ ജോജു. ഇതാണ് നമ്മുടെ ഭാഗ്യശാലി. നല്ലൊരു കൈയടി. സ്നേഹബഹുമാനമുള്ള വികാരിച്ച ഉദ്ഘാടകൻ, അസിസ്റ്റന്റ് വികാരിച്ച ബിൽഡിംഗ് പഞ്ചിക്കാരൻ, കണക്ക് വായിച്ച നമ്മുടെ ഷാജൻ ചക്കാരിക്കൽ, റിപ്പോർട്ട് വായിച്ച സന്ധ്യ വായിച്ചു, നമ്മുടെ കൈക്കാരന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വേദിയിലിരിക്കുന്നത് നമ്മുടെ കൈക്കാരൻ പോൾ ചാമ്പറമ്പിൽ, നമ്മുടെ തിമോത്തിയോസ് പാറകളുണ്ടായിരുന്നു, ജോമി ഉണ്ടായിരുന്നു. ആശംസ അർപ്പിച്ച ജോമി ചേറ്റുപ്രകാരൻ, മറ്റുള്ള അംഗങ്ങളെ, ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ റിപ്പോർട്ടിലൂടെയും നമ്മുടെ വികാരിച്ചനും നമ്മുടെ അസിസ്റ്റൻ്റ് വികാരിച്ചനൊക്കെ പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്നാലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൻ്റെയും സ്കൂളുകളുടെയൊക്കെ പരിസരത്ത് പോയാൽ കാണാം മദ്യത്തിൻ്റെയും മറ്റു ലഹരിയുടെയൊക്കെ അടിമപ്പെട്ട് കഴിയുന്നവർ. അതിൽ നിന്ന് കരകയറാനായിട്ട് നോക്കുന്നവരുണ്ട്. പറ്റാത്തൊരവസ്ഥ. ഇന്ന് നമ്മുടെ മദ്യവിരുദ്ധ സമിതിയോട് ശരിക്കും പറയാൻ കഴിഞ്ഞാൽ കുറേ പേർക്ക് താല്പര്യമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പരിപാടി വിളിച്ചാൽ വരില്ല. വരാത്തതിൻ്റെ കാരണം അറിയാനല്ല ഇങ്ങനൊരു അവസ്ഥയിൽ. എന്തായാലും ഞങ്ങൾക്ക് വളരെ ആത്മാഭിത്തോടെ പറയാനുള്ളത്, ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നവരെയൊക്കെ ഞങ്ങൾ ഇതിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്, അതിനെ രക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ നമ്മുടെ ജോയി അവരൊക്കെ ഒരു വ്യക്തിനെ ജയിലിൽ നിന്ന് കൊണ്ടുപോയി നമ്മുടെ നെസ്റ്റിൽ അവിടെ ആക്കി. അതിനുശേഷം അദ്ദേഹം അതിൽ നിന്ന് മോചിതനായി. ആ തൊഴിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനിയും വീണു പോകും. ആ തൊഴിലിൽ നിന്ന് മാറി വേറെ തൊഴിലേക്ക് കിടന്നു. ജോലി പറയണ്ടായി വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു വ്യക്തി കഞ്ചാവിന് അടിമയാണ്. അവൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വേറെ അവൻ്റെ മേമേരെ വീട്ടിലേക്ക് പോയിരുന്നത്, അവരോട് ഉണ്ടായില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ആ വ്യക്തിയെ മകനെ കണ്ടപ്പോൾ എൻ്റെ മകൻ്റെ ആ രീതിയിൽ കണ്ടവനെ എനിക്ക് സങ്കടം തോന്നി, കരച്ചിരുന്നിരിക്കും. അവനതിന് മാറാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലഹരികൾ ഒരുപാട് പേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ ഇടവകയും സഭയും സമൂഹവും നമ്മളിവരൊക്കെ രക്ഷിക്കണം. പലരും പറയുന്നില്ല ഇങ്ങനെ. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കൽ പാർശ്വബന്ധത്തിന് നമ്പർ ഇട്ടു. ഇങ്ങനെ താല്പര്യമുള്ളവർക്കൊക്കെ ഞങ്ങളെ വിളിക്കാം. ഇപ്പോൾ സത്യം വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു 3-5 പേരെ അതിൽ കൊണ്ടുപോയി നമുക്കതിനെ ചികിത്സയും അവർക്ക് അവരൊരു ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ അവർക്ക് നല്ല കൂട്ടുകെട്ടുകളുണ്ടാവണം. ഒന്ന് 2